2017 ഏപ്രിൽ 9 ക്ലിഫ് ഹൗസിന് സമീപത്തെ വീടുകളിലൊന്നിൽ തീ പിടിച്ചുവെന്ന ഫോൺ സന്ദേശം പോലീസിനും ഫയർഫോഴ്സിനും ലഭിക്കുന്നു. ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. പിന്നാലെ പോലീസും ഫയർഫോഴ്സും എത്തി. പ്രൊഫസർ രാജ തങ്കത്തിന്റെയും ഭാര്യ ഡോക്ടർ ജീൻ പത്മയുടെയും വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറിയ നാട്ടുകാരും ഉദ്യോഗസ്ഥരും ആ കാഴ്ച ഞെട്ടലോടെയാണ് കണ്ടത്. നന്ദൻകോട് കൊലപാതകം എന്ന ഏറ്റവും വലിയ കൊടും ക്രൂരതയുടെ നേർക്കാഴ്ചകളായിരുന്നു അത്. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ, സമീപത്തായി ടാർപോൾ പൊതിഞ്ഞ നിലയിൽ മറ്റൊരു മൃതദേഹം പുഴുവരിച്ചു. കൊടും ക്രൂരതയുടെ കാഴ്ചകൾ നിറഞ്ഞ വീട്. രാജ തങ്കത്തിനും ഭാര്യ ഡോക്ടർ ജീൻ പത്മയ്ക്കുമൊപ്പം മക്കളായ കേഡൽ, ജിൻസനും കരോലിനെയും ബന്ധു ലളിതയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ പക്ഷേ ഒരാളുടേത് കണ്ടെത്തിയില്ല. മകൻ കേഡലിനെയാണ് കാണാതായതെന്ന് കണ്ടെത്തി. മകനെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീട്ടിൽ നിന്ന് ഒരു ഡമ്മി കണ്ടെത്തുന്നത്. മൃതദേഹം എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ആ ഡമ്മി അവിടെ സൂക്ഷിച്ചതെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇതോടൊപ്പം കേഡലിന് കൊലപാതകങ്ങൾ പങ്കുണ്ടെന്ന സൂചനകളും ലഭിച്ചു. അങ്ങനെ ആ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായി അന്വേഷണ സംഘം. 3-ാം നാൾ പോലീസിന്റെ വലയിൽ കേഡൽ കുടുങ്ങി. ചെന്നൈയിൽ ഒളിവ് ജീവിതത്തിലായിരുന്നു കേഡൽ. അത് അവസാനിപ്പിച്ച് കീഴടങ്ങാൻ തിരുവനന്തപുരത്തെത്തിയ കേഡൽ വന്നിറങ്ങിയത് പോലീസിന്റെ മുൻപിൽ. കസ്റ്റഡിയിലെടുത്തതോടെ കേഡൽ എല്ലാം തുറന്നു പറഞ്ഞു. ആ തുറന്നു പറച്ചിലുകൾ കേട്ട് കേരളം മുഴുവൻ ഞെട്ടി. കാലിന് എങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയ ഉത്തരങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വീടിന് തീയിട്ടപ്പോൾ പറ്റിയ അപകടം എന്നായിരുന്നു മറുപടി. കുറ്റബോധമോ സങ്കടമോ ആ മറുപടികൾ പറയുമ്പോൾ കേഡലിനില്ലായിരുന്നു. ആത്മാക്കൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് കാണാനാണ് ബന്ധുക്കളെ കൊന്നതെന്നു മറുപടി. പോലീസിനൊപ്പം മാനസികാരോഗ്യ വിദഗ്ധരടക്കം ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊടും ക്രൂരതയുടെ ചുരുളഴിയുന്നത്. അച്ഛനെയും അമ്മയും അടക്കം വെട്ടിക്കൊന്നു കത്തിച്ചു. 10 വർഷമായി കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു. ആരും അറിഞ്ഞില്ല. ഇന്റർനെറ്റിലൂടെ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി അറിഞ്ഞ കേഡൽ അതും പരീക്ഷിച്ചു. അതിന്റെ തുടർച്ചയായാണ് കൊലപാതകമെന്ന് കുറ്റപത്രത്തിലുണ്ട്. ഇന്റർനെറ്റിലൂടെയാണ് ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് കേഡൽ അറിവ് നേടിയത്. നല്ല സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിലെ അംഗമായ കേഡൽ എങ്ങനെ സാത്താൻ സേവയിൽ എത്തിപ്പെട്ടു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.